എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന അഹം ബ്രഹ്മാസ്മി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അഹം ബ്രഹ്മാസ്മിയുടെ 4ാമത്തെ സെക്ഷനാണ്. ശങ്കരാചാര്യ വിരചിതമായ ഭജഗോവിന്ദത്തിന്റെ ക്ലാസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 4ാമത്തെ ശ്ലോകം നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. ആദ്യമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഗുരുനാഥനെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗുരുസ്മരണയ്ക്കും തുടർന്നുള്ള ക്ലാസ്സിനുമായി. ജയശങ്കര. 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 അജ്ഞാനാന്തർഗഹനപതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധർഭവതു മേ സദാ. സവിത്രീഭിർവാചം ശശിമണിശിലാഭംഗരുചിഭിः വശിന്യാദ്യാഭിസ്ത്വാം സഹജനനി സഞ്ജന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിः വചോഭിർവാഗ്ദേവീ വദനകമലാമോദമധുരൈ. ഓം ഹരിശ്രീ ഗണപതായേ നമഃ. ജയശങ്കര. നമ്മള് കഴിഞ്ഞ 1.5 മാസമായിട്ട് ക്ലാസ്സുകൾ നടന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ ചരിത്രത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വിജ്ഞാനകോശത്തെക്കുറിച്ചും നമ്മൾ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ സൗന്ദര്യലഹരി തുടങ്ങിയപ്പോൾ, സൗന്ദര്യലഹരിയിൽ 100 ശ്ലോകങ്ങളും നമ്മൾ അർത്ഥമറിഞ്ഞ് പഠിച്ച് അതൊരു ഉപാസനാമാർഗമായിരുന്നു. ആ ഉപാസനാമാർഗം നമ്മൾ അർത്ഥമറിഞ്ഞ് ഉപാസിക്കുവാൻ പഠിച്ചു. ശങ്കരാചാര്യസ്വാമികളുടെ കൃതികളെക്കുറിച്ചും ശങ്കരാചാര്യസ്വാമികളുടെ ചരിത്രത്തെക്കുറിച്ചും ശങ്കരാചാര്യസ്വാമികളുടെ ജീവിത ഉദ്ദേശത്തെക്കുറിച്ചും എല്ലാം നാം മനസ്സിലാക്കി. അതിനുശേഷം ഭജഗോവിന്ദൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്താണ് പ്രകരണ ഗ്രന്ഥങ്ങൾ എന്ന് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ പ്രകരണ ഗ്രന്ഥങ്ങളെക്കുറിച്ചും നാം പഠിച്ചു. പിന്നീട് പ്രചരണ ഗ്രന്ഥങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭജഗോവിന്ദം അല്ലെങ്കിൽ മോഹമുദ്ഗരം. ഇന്നലെ മാതാജി പറഞ്ഞില്ലേ, ഉലക്ക കൊണ്ടടിക്കുക എന്ന്. അങ്ങനെയാണ് മോഹമുദ്ഗരം. ആ പേര് തന്നെ എങ്ങനെയാണ്, മുദ്ഗരം. മോഹത്തെ ഉലക്ക കൊണ്ട് അടിച്ചു മാറ്റുന്ന ഒന്നാണ്. അതാണ് ഈ ഭജഗോവിന്ദം തന്നെ. അപ്പോൾ എന്താണ് ഈ ഭജഗോവിന്ദം? അപ്പോൾ ഇത് സത്യത്തില് ഒരു ജീവിത മാർഗമാണ്, ജീവിത മോക്ഷത്തിലേക്കുള്ള ഒരു മാർഗമാണ്. ഇന്നലെ നമുക്ക് തത്വമസി എന്നതിനെ കുറിച്ച് പറഞ്ഞു തന്നു. എങ്ങനെ ആ തത്വമസിയിൽ നമുക്ക് എത്തിച്ചേരാം എന്നുള്ള ഒരു രീതിയാണ്. അപ്പോൾ ഇത് എങ്ങനെ ദ്വാദശ പഞ്ചരിക എന്നും ചർപ്പട പഞ്ചരിക എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദ്വാദശ പഞ്ചരികയിൽ ദ്വാദശം എന്നാൽ 12 ആണ്. 12 ശ്ലോകങ്ങളെ കാണാവുള്ളൂ. പക്ഷെ 14-15 ശ്ലോകങ്ങളുണ്ട്. ചർപ്പട പഞ്ചരി അത് ചതുർദശ പഞ്ചരിയാണ്. അത് 14 എണ്ണമാണ് കാണേണ്ടത്. അവിടെ 19 എണ്ണോ മറ്റോ ഉണ്ട്. അങ്ങനെയാണ് രണ്ടും കൂടെ ചേർത്താണ് 33 ശ്ലോകങ്ങളുള്ളത്. അപ്പം നമ്മൾ ദ്വാദശ പഞ്ചരികാ സ്തോത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ 4ാമത്തെ ശ്ലോകം വരെ എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു ഭജഗോവിന്ദം എന്ന് പറയുന്നത് എന്താണ്? മോക്ഷസാധനയാണ്, ജീവിത ലക്ഷ്യത്തിലേക്ക്. എന്താണ് ജീവിതം, എന്താണ് ജീവിത ലക്ഷ്യം, തത്വമസി എന്നുള്ളത് എന്താണ്? അതുപോലെ തന്നെ ഈശ്വരനും ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള യാതൊരു വ്യത്യാസവുമില്ല. അല്ലെങ്കിൽ ജീവാത്മാവിൽ നിന്നുകൊണ്ട് പരമാത്മാവിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതാണ് സത്യത്തിൽ ഭജഗോവിന്ദൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സൗന്ദര്യലഹരി അങ്ങനെ ആയിരുന്നില്ല. ആ സൗന്ദര്യലഹരിയിലെ 100 ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ,
ആ 100 ശ്ലോകങ്ങളും താന്ത്രികമായിരുന്നു, മാന്ത്രികമായിരുന്നു. അതോടൊപ്പം തന്നെ ഭഗവതിയുടെ കേശാദിപാത വർണ്ണനയുണ്ടായിരുന്നു. അതിലൂടെ നാം ഉപാസനയിലൂടെ മോക്ഷത്തിലോട്ട് എത്തിച്ചേരാനുള്ള വഴികളാണ് പഠിച്ചത്. ഇത് ജീവിതത്തിലൂടെ നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മോക്ഷത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ആദ്യത്തെ ശ്ലോകം എന്തായിരുന്നു? ഒന്ന് വായിക്കൂ സരസ്വതി അപ്പോൾ. ആദ്യത്തെ ശ്ലോകം ഭജഗോവിന്ദം എന്നുള്ളത്. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി തൂപിഞ്ചകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പൊ എന്താണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്? എന്താണ്? കാലേ സന്നിഹിതേ സംപ്രാപ്തേ. കാലേ, എന്താണ് കാലം? ഈ ദേഹ വിയോഗം, ശരീരത്തെ ഉപേക്ഷിച്ച് ആത്മാവിന് ഈ ലോകം വിടുവാനുള്ള സമയമാകുമ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇത് മുഴുവൻ എന്താണ്? ബ്രഹ്മമാണ് സത്യമെന്നും ജഗത്ത് മിഥ്യയാണെന്നൊക്കെ ഇന്നലെയും നാം പഠിച്ചു അല്ലെ? ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നെടുത്ത് പറഞ്ഞു. അപ്പൊ ഇവിടെയും പറയുന്നതാണ്, ഈ മിഥ്യയായിരിക്കുന്ന ലോകത്തിൽ നിന്നും ആ ജീവാത്മാവ് അതാണ് കാലേ സന്നിഹിതേ പ്രാപ്തേ, ആ മരണസമയമായിരിക്കുന്ന കാലത്ത്. അപ്പൊ ജീവിതത്തിന്റെ അപ്പൊ എല്ലാം ഉണ്ട്. നമ്മൾ അങ്ങനെ ഡുകുറിഞ്ഞു കരണേ എന്ന ജ്ഞാനം നേടുവാൻ വേണ്ടി വ്യാകരണ പാണിനി സൂത്രത്തിലെ വ്യാകരണവാക്യമാണ് ഇതെന്ന് നാം പറയുകയുണ്ടായി. അങ്ങനെ വ്യാകരണം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സാക്ഷാത് ബ്രഹ്മത്തെ സിദ്ധിക്കുന്നില്ല. അപ്പോൾ ഗോവിന്ദനെ തന്നെ ഭജിക്കണം എന്നാണ്. അപ്പൊ ആ ഗോവിന്ദനാമത്തിന്റെ പ്രത്യേകത എന്നാണ് നമ്മൾ പറഞ്ഞത്. മരണഭയത്തിൽ നിന്ന് രക്ഷ നേടുവാൻ ഈശ്വരനെ സേവിക്കുക മാത്രമേ പറ്റുകയുള്ളൂ എന്ന് നാം പറഞ്ഞില്ലേ? നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷ്യാധിമാം യഥാത്വച്ചരണം ഭോജേ രജസ്യാതനവായിനി എന്ന് പറഞ്ഞു. ആ ഭഗവാനെ മാത്രമേ എപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ട് അതിന് അനേകം ഉദാഹരണം നമ്മൾ പറഞ്ഞു. അജാമളന്റെ കഥ നമ്മൾ പറയുകയുണ്ടായി ഇല്ലേ? ഇങ്ങനെ അനവധി കഥകളും ഭാഗവതത്തിലെ കഥകളും അംബരീഷന്റെ കഥകളും ഒക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ആനയെ പിടിച്ച കഥ നമ്മൾ പറഞ്ഞു. ഇങ്ങനെ പല കഥകളിലൂടെ നമ്മൾ ആ മുകുന്ദനാമത്തിന്റെ ഗോവിന്ദനാമത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് ഒന്നാമത്തെ ശ്ലോകത്തിൽ നാം മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. രണ്ടാമത്തെ ശ്ലോകം എന്താണ്? വായിച്ചോളൂ സരസ്വതി അപ്പോൾ തന്നെ. മൂഢജഹീഹി എന്നുള്ളത്. മൂഢജഹീഹി ധനാഗമ തൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൂഷ്ണാം യല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്? മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വിനോദമാണ്, സന്തോഷമായിട്ടിരിക്കുക എന്നാണ്. സഹസ്രാരേ പത്മേ സഹരഹസി വിത്യാവിഹരസേ എന്ന് പറഞ്ഞു. ആനന്ദമാണ്. സഹസ്രാര പത്മത്തിലാണ് സാക്ഷാൽ ഭഗവതി പരമശിവനുമായിട്ട് ആനന്ദത്തിലെത്തുന്നതെന്ന് നാം സൗന്ദര്യലഹരി പഠിച്ചപ്പോൾ പറയുകയുണ്ടായി. അപ്പൊ ഇവിടെയും പറയുന്നത് എന്താണ്? ആനന്ദമായിട്ട് ഏറ്റവും നല്ല, അന്ന് ദിഗ്വിജയത്തില് മാതാജി പറയുകയുണ്ടായി, സന്തോഷമായിട്ട് ആനന്ദമായിട്ട് നടനമാടുവാൻ വേണ്ടിയാണ് ജീവാത്മാവ് ഇവിടെ ജീവൻ എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും വിനോദചിത്തനായിട്ടിരിക്കണം. എങ്ങനെയാണ്? നിജകർമ്മോപാത്തം യത് ലഭസേ വിത്തം, സ്വന്തം കർമ്മം കൊണ്ട് ലഭിക്കുന്ന ധനം കൊണ്ട് മാത്രം. അപ്പൊ ഇവിടെ എന്താണ്? ധനസമ്പാദനത്തിനുള്ള അത്യാഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. മൂഢ ജഹീഹി ധനാഗമ തൃഷ്ണ, ആ ധനാഗമ തൃഷ്ണയെ ജഹീഹി അല്ലയോ മൂഢ, അതിനെ ഉപേക്ഷിക്കൂ. അത്യധികമായിരിക്കുന്ന ആ ധനത്തിനോടുള്ള മമത, ധനത്തെ ഉണ്ടാക്കണം, ധനം ഉണ്ടാക്കണം എന്ന് മാത്രം. ധനം ഉണ്ടാക്കാം, ഉണ്ടാക്കണ്ട എന്നല്ല നാം പറഞ്ഞു. എങ്ങനെയാണ്
ധർമാർത്ഥ കാമ മോക്ഷാർത്ഥമായിട്ട് വേണം ധനമുണ്ടാക്കാൻ എന്ന് പറഞ്ഞു. ധർമ്മത്തിൻ്റെ വഴിയിലൂടെ കാമങ്ങൾ തൻ്റെ ആഗ്രഹങ്ങളെ നിറവേറ്റുകയും പിന്നീടോ അത് മോക്ഷത്തിന് ഉതകുന്നതായിരിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ എങ്ങനെ 20% ഒക്കെ മുറിച്ചു, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ധനസമ്പാദനത്തിലുള്ള അത്യാഗ്രഹത്തെ ഉപേക്ഷിച്ച് എന്താണ് വിതൃഷ്ണാം മനസ്സിൽ ആ വൈരാഗ്യത്തെ കൊണ്ടുവരണം. എന്താണ് വൈരാഗ്യം എന്ന് നമ്മൾ കഠോപനിഷത്തില് നചികേതസിന്റെ കഥയെ ഉദ്ധരിച്ചുകൊണ്ട് നാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു. ഇനി അടുത്ത ശ്ലോകം എന്താണ്, അത് വായിച്ചോളൂ. അർത്ഥമനർത്ഥം ഭാവേ നിത്യം എന്നുള്ളത് വായിക്കുക. അർദ്ധമനർത്ഥം ഭാവയ നിത്യം നാസ്തി തദ സുഖലേശ സത്യം പുത്രാദപി ധനഭാജാം ഭീതി സർവൈ പ്രൈഷ നിഹിതാരീതി. ഇതെന്താണ്? അർത്ഥം അനർത്ഥം ഭാവേ നിത്യം എന്നാണ്. അപ്പൊ ധനത്തിൽ നിന്നും സുഖം ലഭിക്കുന്നില്ല എന്നാണ്. ധാരാളം അർത്ഥം ഉണ്ടാക്കുന്നത് എന്താണ്? വീണ്ടും അനർത്ഥത്തെയാണ് കൊണ്ടുവരുന്നത്. ഇതിനെന്താണ് നമ്മൾ ഉത്തമമായ ഒരു കഥ നമ്മൾ ഭാഗവത മാഹാത്മ്യത്തിലെ പത്മപുരാണത്തെ പറഞ്ഞുകൊണ്ട് നമ്മൾ ദുന്ധുകാരി ഗോകർണന്റെ കഥയൊക്കെ പറയുകയുണ്ടായി അല്ലേ. അപ്പം ധനത്തെ മാത്രം കൊണ്ട് നടന്ന് എന്താ ഉണ്ടാവുക? അവസാനം ഗോകർണന് ആ ദുന്ധുകാരിക്ക് മോക്ഷം നടക്കുവാൻ ചെയ്ത ഭാഗവത സപ്താഹത്തിലൂടെ വേണ്ടി വന്നു. അപ്പോൾ അർത്ഥം അനർത്ഥം ഭാവയ നിത്യം എന്നാണ്. അപ്പോൾ അർത്ഥം എന്ന് പറയുന്നത് അനർത്ഥത്തിന് കാരണം കൂടിയാണ്. അപ്പോൾ ധനസമ്പാദനം കാരണം അച്ഛൻ, മക്കള്, കുടുംബം, സമൂഹം ഇവയെല്ലാം തന്നെ നമ്മൾ നശിപ്പിച്ചും കൂടി കളയുന്നു എന്നാണ്. അപ്പോൾ ഈ സ്ഥിതി സർവത്ര ബാധകമാണ്. അതുകൊണ്ട് ആ അർത്ഥമനർത്ഥം, ധാരാളം ധനത്തിനോടുള്ള അത്യാർത്തി നമ്മൾ ഉപേക്ഷിക്കണം. എപ്പോഴും അത് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കരുത് എന്ന് പഠിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് 4-ാമത്തെ ശ്ലോകമാണ്. ഒന്ന് റിവൈൻഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അത് നമ്മൾ എന്താണ് ചിന്തിച്ചതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ശ്ലോകത്തിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. കാതേ കാന്ത കസ്തേ പുത്ര സംസാരോയം അതീവ വിചിത്ര. കാതേ കാന്ത കസ്തേ പുത്ര സംസാരോയം അതീവ വിചിത്ര. കസ്യ ത്വം കാ കുത ആയാത തത്വം ചിന്തയ യദിദം ഭ്രാത ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃജ്ഞകരണേ. അപ്പൊ എന്താണ്? കാതേ കാന്ത, തേ കാന്ത, കാ എന്താണ്? തേ കാന്ത, തേ കാന്ത എന്നാണ്. ഭർത്താവിനെ അല്ലയോ ഭർത്താവേ എന്നാണ് ചോദിക്കുന്നത്. ആരാണ് നിന്റെ ഭാര്യ? തേ കാന്ത. അപ്പോ കാതേ കാന്ത, തേ കാന്ത കാ, അല്ലയോ ഭർത്താവേ നിന്റെ ഭാര്യ ആരാണ്? പിന്നീടോ കസ്തേ പുത്ര. അപ്പൊ എന്താണ്? തേ പുത്ര കാ, തേ പുത്ര കാ, നിന്റെ പുത്ര ആരാണ്? നോക്കൂ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. നിന്റെ ഭാര്യ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. പിന്നീടോ കസ്തേ പുത്ര, തേ പുത്ര കാ, നിന്റെ പുത്രൻ ആരാണ്? സംസാരോയമതീവ വിചിത്ര. എന്താണ്? അയം സംസാരഃ. എന്താണ് ഈ അയം? സംസാരഃ, അയം ഈ സംസാരം. ഈ സംസാരം എന്ന് പറഞ്ഞാൽ അതാണ് ഈ കാണുന്ന ഈ ലോകം മുഴുവൻ, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും സകല ചരാചരങ്ങളും. ഇപ്പോഴും വീണ്ടും ഞാൻ പറയുന്നു, ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നിങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും ഞാൻ പറയുമ്പോഴൊക്കെ. ഈ കാണുന്ന മിഥ്യയായിരിക്കുന്ന ജീവിതം നമ്മളൊരു ഉറക്കത്തിൽ ഉറങ്ങി എണീക്കുമ്പോൾ പോലെ ഉള്ളൂ അല്ലേ. നമ്മൾ സ്വപ്നത്തെക്കുറിച്ച് പഠിച്ചു. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ജാഗ്രസ്വപ്ന സുഷുപ്ത്യാവസ്ഥാസു മനസാ വാചാ കർമ്മണ, ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ എന്താണ്? നമ്മൾ വീണ്ടും ഒരു സ്വപ്നലോകത്തില്, നമ്മൾ ഇപ്പോഴും നമ്മൾ ജാഗ്രതയിലായിട്ടില്ല. ജാഗ്രതയിലോട്ട് എത്തുവാനുള്ള ആ ജാഗ്രത അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശങ്കരാചാര്യ സ്വാമികൾ ശ്രമിക്കുകയാണ്. ആരാണ് നിന്റെ ഭാര്യ? ആരാണ് നിന്റെ പുത്രൻ?
കാ പുത്ര കാ, ആരാണ് നിന്റെ പുത്രൻ? തേ പുത്ര കാ, നിന്റെ പുത്രൻ ആരാണ്? സംസാരോയം അതീവ വിചിത്രം. അങ്ങനെയുള്ള ഈ സംസാരം, മിഥ്യയായിരിക്കുന്ന മായയായിരിക്കുന്ന ഈ ജഗത്ത്, അതാണ് സംസാരം എന്ന് പറയുന്നത്. അതായത് സംസാരസാഗരം, ഈ കാണുന്ന സകല ചരാചരങ്ങളുമുള്ള മനുഷ്യൻ വാസ്തവമാണ് എന്ന് കണ്ടുകൊണ്ട് കാണുന്ന ഇതിനെയാണ് അയം സംസാരഃ എന്ന് പറയുന്നത്. ഈ സംസാരത്തെ, ഈ സംസാര സാഗരത്തെ അതെങ്ങനെയാണ്? അതീവ വിചിത്ര, അതീവമായിരിക്കുന്ന വളരെ വിചിത്രമാണ് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് വിചിത്രം എന്ന് പറഞ്ഞാൽ? നമ്മൾ കാണുന്ന നഗ്നനേത്രങ്ങൾ നമ്മൾ കാണില്ല സത്യം എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുന്നതിലുപരി, നമ്മൾ കാണുന്നതിലുപരിയാണ് പരമമായ സത്യം. ആ സത്യത്തെ നമുക്ക് തിരിച്ചറിയുവാൻ പറ്റുന്നില്ല. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ളത് വീണ്ടും വീണ്ടും ഇവിടെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കസ്യ ത്വം ക കുത ആയാത. അപ്പൊ എന്താണ് ത്വം എന്ന് പറഞ്ഞാൽ നീ എന്നാണ്. നീ ആരാണ്? കസ്യ, കസ്യ എന്ന് പറഞ്ഞാൽ ആരുടെയാണ്? ഞാൻ പറയാമല്ലോ, ഞാൻ ഇന്നയാളുടെ മകനാണ്, ഞാൻ ബ്രഹ്മശ്രീ പ്രൊഫസർ കെ ശങ്കരൻ നമ്പൂതിരിയുടെ മകൻ എന്ന് വളരെ അഹങ്കാരത്തോടുകൂടി പറയും. ഇന്നയാളുടെ മകനാണ് നീ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ നമ്മൾ പഠിച്ച് ഇത് പറഞ്ഞില്ലേ, ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നു അല്ലേ, ന ജായതേ മ്രിയതേ വാ കദാചിത് ന്യായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയാ അജോ നിത്യം ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു ഇല്ലേ, സാക്ഷാൽ ഭഗവാന്. അപ്പൊ നമ്മളെല്ലാം പറഞ്ഞു, നമ്മള് ഭഗവാന്റെ അംശങ്ങളാണ്. അംശാവതാരം, ആവേശാവതാരം, കലാവതാരം, പുണ്യാവതാരം, പൂർണ്ണപുണ്യാവതാരം, ഇങ്ങനെയാണ് ഭഗവാന്റെ അവതാരങ്ങൾ. അപ്പൊ നമ്മളൊക്കെ നമ്മളെല്ലാം പരമാത്മാക്കൾ തന്നെയാണ്. അതാണ് ഇന്നലെ മാതാജി പറഞ്ഞ പോലെ ഏത് തത്വമസി, ബ്രഹ്മം ഞാൻ തന്നെയാണ് എന്ന ആ സത്യം. അപ്പൊ ഭഗവാൻ ഇവിടെ അതാണ് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന് മരണമില്ല, ആത്മാവിന് ഒരിക്കലും മരണമില്ല, അത് ഉണ്ടായിട്ടില്ല. ഉണ്ടായിരിക്കുന്ന ഒന്നിന് മാത്രമല്ലേ മരണമുള്ളൂ. അപ്പൊ ആത്മാവിന് മരണമില്ല, ആത്മാവിന് ജനനവുമില്ല, അജനുമാണ്, അതുപോലെ തന്നെ നിത്യനുമാണ്, ശാശ്വതോയം പുരാണം, വളരെ പ്രാചീനനുമാണ്. അതാണ് ആത്മാവ്. അപ്പൊ നീ ആരുടെ പുത്രനാണ് എന്നാണ് ചോദിക്കുന്നത്. നീ അപ്പൊ ആരുടെ പുത്രനാണ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു ആത്മാവാണ് നീയെങ്കിൽ നീ ആരുടെ പുത്രനാണ്? അപ്പം തേ കാന്താക, നിന്റെ ഭാര്യ ആരാണ്? തേ പുത്രക, നിന്റെ പുത്രൻ ആരാണ്? അയം സംസാര, ഈ സംസാരം അതീവ വിചിത്ര, വളരെ വിചിത്രമാണ്. കസ്യ ത്വം ക കുത ആയാത, കുത ആയാത. അപ്പൊ കസ്യ ത്വം, ത്വം നീ, കസ്യ ആരുടേതാണ്? കുത ആയാത, കുത എവിടെ നിന്ന്? ആയാത നീ എവിടെ നിന്ന് വന്നു? കസ്യ ത്വം കുത ആയാത, നീ എവിടെ നിന്നാണ് വന്നത്? പിന്നീട് എന്താണ്? തത്വം ചിന്തയ യദിദം ഭ്രാത. എന്നിട്ട് ശങ്കരാചാര്യ സ്വാമികൾ എന്താ വിളിക്കുന്നത്? ഹേ ഭ്രാത എന്നാണ് വിളിക്കുന്നത്, സ്നേഹം കൊണ്ട്. ആദ്യം മൂഢ എന്ന് വളരെ സൗമ്യമായിട്ട് വിളിച്ചു, രണ്ടാമത്തെ ശ്ലോകത്തിൽ മൂഢ എന്ന് ശക്തമായിട്ട് പറഞ്ഞു. ഇപ്പൊ വീണ്ടും അദ്ദേഹം ഇനി ഒന്ന് കെഞ്ചുകയാണ്, അല്ലയോ സഹോദര എന്നാണ്. ഹേ ഭ്രാത, അല്ലയോ സഹോദര, യദിദം ചിന്തയ എന്നാണ്. യദിദം, ഇതെല്ലാം യാതൊന്നാണോ അത് ത്വം ചിന്തയ, നീ ഇതെല്ലാം ചിന്തിച്ചു നോക്കുക. അപ്പൊ നമുക്കില്ലാത്ത ഒന്നാണ്. നമ്മളെല്ലാം കേൾക്കുക, കാണാതെ പഠിക്കുക, ഇതാണല്ലോ നമ്മളുടെ രീതി. നമ്മളൊന്നും ചിന്തിക്കില്ല അല്ലേ? എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ കേൾക്കും, നമുക്ക് ചിന്തിക്കാൻ താല്പര്യമില്ല. അപ്പോ ചിന്തിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുക? ഞാൻ ആരാണ്? ഞാൻ എവിടെ നിന്ന് വന്നു? എൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഉണ്ടോ? പുത്രൻ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നാം ചിന്തിച്ചു നോക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ ആർക്കും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളെ കുറിച്ചാണ് ഈ ശ്ലോകത്തിന്റെ ഉള്ളടക്കം അല്ലേ? അപ്പൊ അവനവൻ ആരെന്നോ, അവനവൻ എവിടെ നിന്ന് വരുന്നു എന്നോ, ആരാണ് അവന്റെ ഭാര്യ എന്നോ, ആരാണ് അയാളുടെ പുത്രൻ എന്നോ ഒന്നും തന്നെ യഥാർത്ഥത്തിൽ ആരും അറിയുന്നില്ല. നമ്മൾ അതുകൊണ്ട് തന്നെ അല്ലേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ എങ്ങനെയാണ് നമ്മളുടെ ജീവിതം എത്രയോ ജന്മാന്തരം, പല ജന്മങ്ങളിലൂടെ, പല യോനി, നമ്മളുടെ ജന്മം പല യോനികളിലൂടെ കടന്നു പോയിട്ടുണ്ട്.
അപ്പോൾ പലരും നമ്മൾക്ക് പിതാക്കളായിട്ട് മാതാക്കളായിട്ട് ഗുരുക്കന്മാർക്കൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? എല്ലാ ജന്മങ്ങളിലുള്ള ഗുരുക്കളെയാണ്. സദാശിവ സമാരംഭാം. നമുക്ക് ജന്മമില്ല, പക്ഷെ എങ്ങനെയാണ് നമ്മൾ ഭഗവത് രൂപമാണെങ്കിൽ ന ജായതേ മ്രിയദേവ, ജനനവും മരണവും ഇല്ല. നയനം ചിന്തന്തി, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അങ്ങനെ ആത്മാവിന് മരണമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലോകത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ജീവിക്കുന്നിടത്തോളം കാലം, ജീവാത്മായിട്ട് ഇരിക്കുന്ന കാലത്ത് മാത്രമേ ഇതിനെല്ലാം പ്രസക്തിയുള്ളൂ. അപ്പോൾ അടുത്ത ജന്മത്തിൽ ഇന്ന് കാണുന്ന ഒരു ആത്മാവ് എൻ്റെ ഭാര്യയായിട്ടോ എൻ്റെ സഹോദരനായിട്ടോ എൻ്റെ അച്ഛനായിട്ടോ അമ്മയായിട്ടോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ എന്താണ്? എല്ലാം ഈശ്വര ചൈതന്യങ്ങൾ ഏത് യോനിയിലാണോ പിറക്കുന്നത് എന്നും അറിയുന്നില്ല. അതുകൊണ്ടാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നും പറയുന്നത്. അപ്പോ എന്താണ്? നമ്മൾ അതുകൊണ്ടല്ലേ സദാശിവ സമാരംഭാം, സദാശിവനിൽ തുടങ്ങി. ആദ്യം സദാശിവനാണല്ലോ സൃഷ്ടികർത്താവ് എന്നാണ് അല്ലേ? സർഗം വിസർഗമൊക്കെ നമ്മൾ ഭാഗവതത്തിൽ പഠിച്ചിട്ടുണ്ട്. ബ്രഹ്മാവിന്റെ സൃഷ്ടി വിസർഗമാണെന്നും മറ്റേത് സർഗമാണെന്നും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് ആ സൃഷ്ടി തുടങ്ങിയ കാലം തൊട്ട് അല്ലേ സദാശിവ സമാരംഭാം. പിന്നീടോ ഇടയ്ക്ക് ഗുരുക്കന്മാരായിട്ട് പറയപ്പെടുന്ന ഗുരുക്കന്മാരായി ശങ്കരാചാര്യരും വ്യാസനും ഒക്കെ ഉണ്ടായി. ശങ്കരാചാര്യ വ്യാസമധ്യമാം എന്ന് പറഞ്ഞു. ശങ്കരാചാര്യ മധ്യമാം അസ്മദ് ആചാര്യ പര്യന്തം. ഇന്നു വരെയുള്ള ആചാര്യന്മാരുടെ മുഴുവൻ എൻ്റെ എല്ലാ ആചാര്യന്മാരെയും ഞാൻ നമസ്കരിക്കുകയാണ് അല്ലേ? അങ്ങനെയാണല്ലോ കണ്ടുവരുന്നത്. അപ്പൊ എന്താണ്? പരമമായ സത്യത്തെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു വരുന്നത്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ. പിന്നീട് അത് മാത്രമല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യം എന്താണ് ചോദിച്ചത്? കാതേ കാന്ത കസ്തേ പുത്ര സംസാരോയം അതീവ വിചിത്ര കസ്യ ത്വം കുത ആയാതഃ ത്വം ചിന്തയ യദിദം ഭ്രാതഃ എന്നാണ്. അപ്പോൾ ഒന്നും തന്നെ നിത്യമല്ല എന്നുള്ള സത്യം നാം ധരിച്ചിരിക്കണം എന്നാണ്. സത്യമായിട്ട് ഈ നമ്മൾ കാണുന്നതൊന്നും സത്യമല്ല എന്ന് ധരിച്ചിരിക്കുക. ഇപ്പൊ ശങ്കരാചാര്യ സ്വാമികളുടെ തന്നെ എന്താണ് സപ്തവൈരാഗ്യ ശ്ലോകങ്ങളുണ്ട്. ഈ സപ്തവൈരാഗ്യ ശ്ലോകങ്ങൾ ശങ്കരാചാര്യ സ്വാമികൾ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവുന്നതാണ്. അത് പറയുന്നുണ്ട്. എന്താണ്? മാതാ നാസ്തി പിതാ നാസ്തി നാസ്തി ബന്ധു സഹോദര അർത്ഥം നാസ്തി ഗൃഹം നാസ്തി തസ്മാത് ജാഗ്രത ജാഗ്രത. എന്താണ്? നാം പ്രത്യക്ഷമായിട്ട് കാണുന്നതാണ് അല്ലെ അച്ഛനും അമ്മയും. അപ്പം മാതാ നാസ്തി പിതാ നാസ്തി, നാം പ്രത്യക്ഷമായിട്ട് കാണുന്ന അച്ഛനുമില്ല അമ്മയുമില്ല. പിന്നീടോ നാസ്തി ബന്ധു സഹോദര, ബന്ധുക്കള്, നാം ബന്ധുക്കള് എന്ന് ചിന്തിക്കുന്ന ആരും തന്നെ നമുക്ക് ബന്ധുക്കളല്ല. അങ്ങനെ ബന്ധു എന്നൊന്നില്ല. നാസ്തി ബന്ധു സഹോദര, സഹോദരൻ എന്ന് വിചാരിക്കുന്നവരും അങ്ങനെയൊന്നും നമുക്കില്ല എന്നുള്ളതാണ്. പിന്നീടോ അർത്ഥം നാസ്തി ഗൃഹം നാസ്തി. അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാം ഈ സമ്പത്ത് എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, നമ്മൾ ഈ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാം തന്നെ ബന്ധുബലം എന്നാഗ്രഹിക്കുന്ന സമ്പത്താണ്. പണം എന്ന് പറയുന്ന സമ്പത്താണ്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാം തന്നെ സമ്പത്ത് എന്നാണ് നാം ധരിക്കുന്നത്. അങ്ങനെ സമ്പത്തുണ്ട് എന്ന് അഹങ്കരിക്കുന്ന ഒന്നും തന്നെ ശാശ്വതമല്ല എന്നുള്ളതാണ്. പിന്നീടോ അർത്ഥം നാസ്തി ഗൃഹം നാസ്തി. അതുകൊണ്ട് എന്താണ് വേണ്ടത്? തസ്മാത് ജാഗ്രത ജാഗ്രത. തസ്മാത് ജാഗ്രത ജാഗ്രത. എന്താണ് ജാഗ്രത? ഈ നമ്മുടെ ഈ പഞ്ചഭൂതങ്ങൾ, ഈ ആത്മാവിനെയും എല്ലാം നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഈശ്വരനിലേക്ക്, എപ്പോഴും മനസ്സ് വളരെ ചഞ്ചലമാണ് അല്ലേ? അപ്പൊ ആ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പൊ എല്ലായ്പ്പോഴും ജാഗ്രതയോടിരിക്കണമെങ്കിൽ എല്ലായ്പ്പോഴും ഭഗവാനെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ ഊട്ടി ഉറപ്പിക്കണം. മനസ്സിൽ എപ്പോഴും തന്നെ നാരായണ എന്ന് സദാ ജപിക്കൽ പാപം കെടും പശുകെടും വ്യസനങ്ങൾ തീരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ലൗകിക ജീവിതത്തിലും എപ്പോഴും തന്നെ നമ്മുടെ പരമമായ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? പരമമായ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മാനാത്മ വിവേചനത്തിലൂടെ ചിത്തവൃത്തരഹിതനായിട്ട് പരമമായ ആ ശുദ്ധമായ ചൈതന്യം, സാക്ഷാൽ ഭഗവാനെ, ഏകത്വ ദർശനം, ഞാൻ തത്വമസി, ഞാൻ ഭഗവാൻ തന്നെയാണ്, ഞാൻ തന്നെയാണ് ബ്രഹ്മം, തത്വമസി അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആ സത്യത്തെ അറിയുക, അല്ലെങ്കിൽ അപരോക്ഷാനുഭൂതി, ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ആ ഭൂതി, ആ ജ്ഞാനം നാം അറിയുക എന്നുള്ളതാണ് അപരോക്ഷാനുഭൂതി. ഇന്നലെ മാതാജി അതും പറഞ്ഞു. അപ്പൊ അതും നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ മാതാജി പറയുകയും ചെയ്തു, എന്താണ്? അസംഗോഹം 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 പുനഃ പുനഃ. സംഘമില്ലാതിരിക്കുക. അസംഗോഹം 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 പുനഃ പുനഃ. വീണ്ടും വീണ്ടും നമ്മൾ
സംഘമുണ്ടാവാതിരിക്കുക എന്നാണ്. സംഘമുണ്ടാവുന്നത് എങ്ങനത്തെ അപ്പൊ ആ സംഘമുണ്ടാവരെന്ന് പറയാൻ എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ച് ഒരു നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ജഡഭരതന്റെ കഥയൊന്ന് ചിന്തിച്ചാൽ മതി അല്ലേ? എല്ലാം ത്യജിച്ച് സാക്ഷാത് ബ്രഹ്മജനായിട്ടിരിക്കുന്ന അദ്ദേഹത്തിന് ഒരു മാനിനോട് പ്രേമം തോന്നി, അതിനോട് കരുണ തോന്നി. അതോടുകൂടി എന്ത് പറ്റി? അദ്ദേഹത്തിന്റെ സകല ജ്ഞാനവും നഷ്ടപ്പെട്ടു. വീണ്ടും ഈ ജനനമരണ ചക്രത്തിൽ അദ്ദേഹത്തിന്റെ പെടേണ്ടി വന്നു. ആ കഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അതാണ് ഈ അസംഗോഹം. അപ്പൊ സംഘമുണ്ടാവേണ്ടത് എങ്ങനെയാണ്? സത്സംഗാൽ ജായതേ ജ്ഞാനം, സത്സംഗാൽ ലഭ്യതേ സുഖം, സത്സംഗാൽ ക്ഷീയതേ പാപം, സത്സംഗാൽ മോക്ഷമശ്നുതേ എന്നാണ്. അപ്പൊ ആ സത്സംഗം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനെ കുറിച്ചുള്ള ചിന്ത, പരമമായ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ചിന്ത, തത്വമസി എന്നുള്ള ആ കാര്യത്തെ നമ്മൾ അറിഞ്ഞ് സാധന ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ശങ്കരാചാര്യസ്വാമികൾ തന്നെ വീണ്ടും പറയുന്നു, എന്താണ്? ജന്മദുഃഖം ജരാ ദുഃഖം ജായാ ദുഃഖം പുനഃ സംസാര സാഗരം ദുഃഖം തസ്മാത് ജാഗ്രത ജാഗ്രത. അപ്പൊ ഈ സംസാര സാഗരത്തിലെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മനുഷ്യജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദുഃഖമായിട്ട് മാറുകയുള്ളൂ. കാരണം എന്താണ്? നമ്മൾ ആഗ്രഹങ്ങളുടെ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വാർദ്ധക്യമായി, ധർമ്മപത്നിയായി, മക്കളായി, ഇതെല്ലാം ഇങ്ങനെയുള്ളതെല്ലാം തന്നെ ഈ സംസാരത്തിൽ ദുഃഖത്തിന് കാരണഭൂതരാണ് എന്നാണ്. അപ്പൊ ഈ ദുഃഖം മാത്രം കാലക്രമേണ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ദുഃഖത്തിൽ നിന്നും ഒഴിയണമെങ്കിൽ എന്താണ്? ആനന്ദചിത്തനായിട്ടിരിക്കണമെങ്കിൽ സാക്ഷാൽ ഗോവിന്ദനെ നമ്മൾ ഭജിക്കണം. പക്ഷെ പ്രാരബ്ധ കർമ്മങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞു, സഞ്ചിത പാപങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കുകയേ പറ്റുള്ളൂ. പക്ഷെ അതിൽ നിന്നുമെല്ലാം പെട്ടെന്ന് മുക്തി നേടാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണ്? തത്വമസി, ഞാൻ തന്നെയാണ് അല്ലേ? ആ സമാധി ദശാസമ്പന്നതയോടുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ചിത്തവൃത്തികളെല്ലാം ഒഴിഞ്ഞ് ആത്മാനാത്മവിവേചനത്തിലൂടെ ബ്രഹ്മസത്യത്തെ അറിഞ്ഞ് സച്ചിദാനന്ദ സ്വരൂപത്തിന്റെ ഭാഗമാണ്, ഞാൻ തന്നെയാണ് സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറയുമ്പോൾ, ഞാൻ തന്നെ ബ്രഹ്മമാണെന്ന് ചിന്തിക്കുമ്പോൾ എന്താണ്? ഈ പറയുന്ന പ്രാരബ്ധ കർമ്മങ്ങളും സഞ്ചിത പാപങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് മുക്തി നേടുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഭജഗോവിന്ദം എന്ന് പറയുന്നത് ജീവിതത്തെ മോക്ഷത്തിലേക്ക് എത്തിക്കുവാനുള്ള മാർഗമാണ്, ഉപാസനാ മാർഗമല്ല, സാധനാ മാർഗമാണ് എന്ന് പറഞ്ഞു വന്നത്. പിന്നീടും കാമശ്ച ക്രോധശ്ച ലോഭശ്ച ദേഹേ തിഷ്ഠതി തസ്കര ജ്ഞാനരത്നാപഹാരായ തസ്മാത് ജാഗ്രത ജാഗ്രത. അപ്പൊ കാമം, ക്രോധം, ലോഭം ഇവയെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന തസ്കരന്മാരാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവയെല്ലാം നാം നിയന്ത്രിക്കണം. അതിനെന്താണ്? ജ്ഞാനം തന്നെയാണ്. പരമമായ ഭഗവാനെ ചിന്തിക്കുക. തസ്മാത് ജാഗ്രത ജാഗ്രത. അപ്പൊ ഇവിടെയും അങ്ങനെയാണ് പറയുന്നത്. കാതേ കാന്ത കസ്തേ പുത്ര സംസാരോയം അതീവ വിചിത്ര കസ്യ ത്വം കുത ആയാത തത്വം ചിന്തയ യദിദം ഭ്രാത. തേ കാന്ത, നിന്റെ ഭാര്യ ആരാണ്? തേ പുത്രക, നിന്റെ പുത്രൻ ആരാണ്? പിന്നെ അയം സംസാര, അയം ഈ സംസാരം, സംസാരസാഗരം അത് അതീവമായ വിചിത്രമാണ്, അത്യധികം വിചിത്രമായിട്ടുള്ളതാണ്. പിന്നീടോ കസ്യത്വം കുത ആയാത്ത ത്വം, നീ കസ്യ ആരുടെ ആണ്, ആരാണ്, കുത ആരാണ്, എന്ത് കസ്യത്വം കുത ആയാത, കുത ആയാത എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഹേ ഭ്രാത, അല്ലയോ സഹോദര, നീ ചിന്തയ, തത്വം ചിന്തയ യദിദം, ഇത് നീ ചിന്തിച്ചു നോക്കുക എന്നാണ്. അപ്പം ഈ ലോകത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ജീവിക്കുന്നിടത്തോളം കാലത്ത് മാത്രമേ ഇതിനെല്ലാം പ്രസക്തിയുള്ളൂ. അത് മുഴുവൻ ദുഃഖപൂരിതവുമാണ്. അത് ചിന്തിച്ചു നോക്കണം, ആ സത്യം ധരിച്ചിരിക്കണമെന്നുമാണ് ശങ്കരാചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതിൽ വീണ്ടും ഈ ശ്ലോകത്തിന് ചിന്തിച്ചപ്പോൾ വീണ്ടും ആത്മദേവന്റെ കഥയിലോട്ട് തന്നെ ഒന്നുകൂടെ ഞാനൊന്ന് കണ്ണോടിക്കുകയാണ്. ആത്മദേവന്റെ കഥയിൽ അദ്ദേഹം, ആത്മദേവന് കുട്ടികളുണ്ടായ കഥകളൊക്കെ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്. പഴം കഴിച്ചതും ഗോകർണൻ ഉണ്ടായതും ദുന്ധുകാരി ഉണ്ടായതും എല്ലാ കഥകളൊക്കെ അറിയാം. അപ്പൊ ഇയാള് ഈ കാലക്രമേണ വളർന്ന രണ്ട് കുട്ടികളും അല്ലേ, ഗോകർണനും വളർന്നു, അതേപോലെ തന്നെ ദുന്ധുകാരിയും വളർന്നു. ഗോകർണനാണെങ്കിൽ മഹാപണ്ഡിതനായി, ദുന്ധുകാരിയാണെങ്കിൽ മഹാദുഷ്ടനുമായി അല്ലേ. അപ്പൊ ഈ ദുന്ധുകാരിയുടെ ചെയ്തികളെല്ലാം കണ്ട് വളരെ വിഷണ്ണനായി, വളരെ ദുഃഖിച്ചു. അദ്ദേഹത്തിന് ശൗചമില്ല, കുളിയില്ല, ദുഷിച്ച ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്നു, വളരെ കോപിഷ്ഠനാണ്, കൊള്ളരുതാത്തവനാണ്, സമൂഹത്തിന് മുഴുവൻ ദുഷ്ടകൃത്യങ്ങൾ മാത്രം ചെയ്യുന്നു.
കയ്യിലെപ്പോഴും ആയുധങ്ങളാണ്. അപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ സംസർഗം ഒന്നുമില്ല, അദ്ദേഹം മോശമായ ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇതെല്ലാം കണ്ട് അദ്ദേഹത്തിന് ആകെ വിഷമമായി. അപ്പോൾ ആകെ വിഷമിച്ചു, എന്താണ് ചെയ്യുക, ധനമെല്ലാം നശിച്ചു പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മകനേക്കാൾ ഭേദം പുത്രന്മാരില്ലാതിരിക്കുകയായിരുന്നു ഭേദം എന്ന് ആത്മദേവൻ അപ്പോഴാണ് ബോധം വരുന്നത്. അത് വേണ്ടായിരുന്നു എന്ന് ആദ്യം പറയുന്നുണ്ട് മുനി, പക്ഷേ അദ്ദേഹത്തിൻ്റെ നിർബന്ധം കൊണ്ടുണ്ടായതാണ്. ആ കഥയിലോട്ടൊന്നും നാം പോകുന്നില്ല. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഇതെല്ലാം കണ്ട് അച്ഛൻ്റെ വ്യസനമെല്ലാം ഇങ്ങനെ കണ്ടപ്പോൾ ജ്ഞാനിയായ ഗോകർണന് പിതാവിനെ ഒന്ന് ആശ്വസിപ്പിച്ചു, അല്ലേ? പിതാവിനെ ആശ്വസിപ്പിച്ചു. ഞാൻ ഈ ശ്ലോകം കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത്. എന്താണ്? അസാര ഖലു സംസാരോ ദുഃഖരൂപീ വിമോഹക സുത കസ്യ ധനം കസ്യ സ്നേഹവാൻ ജ്വലതേ നിശം. എന്താണ്? ഈ സംസാരം വളരെ നിസാരമാണ് അച്ഛ എന്നാണ്. അസാര ഖലു സംസാരോ ദുഃഖരൂപീ വിമോഹക സുത കസ്യ ധനം കസ്യ സ്നേഹവാൻ ജ്വലതേ നിശം. ഈ സംസാരം വളരെ നിസ്സാരമാണ്. എന്താണ്? അത് ദുഃഖം നൽകുന്നത് മാത്രമാണ്. ഇപ്പൊ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു തസ്മാത് ജാഗ്രത ജാഗ്രത എന്നാണ്. പിന്നീടോ ഇത് നമ്മളെ മോഹിപ്പിച്ചു കൊണ്ടിരിക്കുമാണ്. നമ്മൾ മകൻ ആരുടെ, ധനം ആരുടെ, സ്നേഹം ആരുടെ, ഇതിന്റെ പേരിലെല്ലാം എന്തും പറഞ്ഞാണ് ജനങ്ങൾ ഇങ്ങനെ തമ്മിലടിക്കുന്നത്. ആ ദുഃഖത്തിൽപ്പെട്ട് വലയേണ്ട കാര്യമൊന്നുമില്ല. ന ചേന്ദ്രസ്യ സുഖം കിഞ്ചിൻ ന സുഖം ചക്രവർത്തിന സുഖമസ്തി വിരക്തസ്യ മുനേരേകാന്ത ജീവനം മുഞ്ചാജ്ഞാനം പ്രജാരൂപം മോഹദോ നരകേ ഗതി നിപതിഷ്യതി ദേഹോയം സർവം ത്യക്ത്വാ വനം വ്രജാം. എന്താണ്? സാക്ഷാൽ ഇന്ദ്രന് പോലും ന ചേന്ദ്രസ്യ സുഖം കിഞ്ചിൻ ന സുഖം ചക്രവർത്തിന. ഇന്ദ്രനും സുഖമില്ല, ചക്രവർത്തിക്കും സുഖമില്ല, അല്ലേ? അല്പം സുഖവും വിരക്തനുമായത് ആർക്കാണ്? സുഖമസ്തി വിരക്തസ്യ മുനേരേകാന്ത ജീവന. അപ്പൊ ഏകാന്തമായിട്ട്, ഇവിടെ ഏകാന്തം എന്ന് പറഞ്ഞാലാണ് പരമമായ ബ്രഹ്മത്തെ, ആ സത്യത്തെ അറിയുന്നവൻ മാത്രം. ജഡഭരതന്റെ കഥ അതാണ് ഞാൻ അവിടെ പറയാൻ കാര്യം. വീണ്ടും അങ്ങനെ അറിയുന്ന ഒരാൾ മാത്രമേ എന്തുള്ളൂ? അയാൾക്ക് മാത്രമേ ശാന്തിയുള്ളൂ. മുനിക്ക് മാത്രമേ ശാന്തിയുള്ളൂ. മൗനിയായിട്ടിരിക്കുന്നവൻ, ഏകാന്തവാസിക്ക് മാത്രമേ ശാന്തിയുള്ളൂ. അതല്ലേ ശിവോഹം ശിവോഹം എന്ന് പറയുന്നത് തന്നെ. അപ്പൊ ഇത് കേട്ടിട്ട് അദ്ദേഹം സമാധാനമായി എന്നുള്ളതാണ്. അപ്പോ ഭാഗവതത്തില് അതുകൂടാതെ വീണ്ടും നമ്മൾ ഉണ്ട്, അല്ലേ? രണ്ടാം അധ്യായത്തില് അതും വളരെ ഭംഗിയായിട്ട് നമ്മളറിയാം. ഇത് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ശ്ലോകം, യം പ്രവ്രജന്തമനുഭേദകൃത്യാം, അല്ലേ? ദ്വൈപായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയ. ഒന്ന് ആലോചിക്കൂ, പുത്ര എന്ന് വിളിക്കുകയാണ് ആര്? സാക്ഷാൽ വേദവ്യാസൻ തൻ്റെ മകനായിരിക്കുന്ന ശുഗമഹർഷിയുടെ, അദ്ദേഹത്തിന് സാധാരണഗതിയിൽ വേണ്ടിയിരിക്കുന്ന ഷോഡശകർമ്മങ്ങളൊന്നും തന്നെ ചെയ്യാതെ വളരെ പ്രാകൃതനായിട്ട്, കാരണം അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തെ അറിയുവാൻ വേദവ്യാസന് പോലും സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട്? എം പ്രവ്രജന്തമനുഭേദമഭേദകൃത്യം വൈവായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു സ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. പുത്ര എന്ന് വിളിച്ചപ്പോ സാക്ഷാൽ അവിടെ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും വൃക്ഷങ്ങളും വൃക്ഷലതാദികളും അദ്ദേഹത്തിന്റെ ആ വിളിയെ കേട്ടു എന്നാണ്. അപ്പൊ ആരാ പുത്രൻ, അല്ലേ? ഇവിടെ ഇപ്പൊ ചോദിച്ചില്ലേ, കസ്യാ പുത്ര, ആരാണ് പുത്രൻ എന്നാണ്. അപ്പോ ഐഹികകർമ്മങ്ങളിൽ യാതൊന്നും തന്നെ താല്പര്യമില്ലാതിരുന്ന, ഷോഡശ സംസ്കാരങ്ങളൊന്നും തന്നെ ചെയ്യുവാൻ താല്പര്യമില്ലാതെ നടന്നിരിക്കുന്ന ആ ശുഗമഹർഷിയെ കണ്ടിട്ട് പുത്ര എന്ന് വ്യാസൻ വളരെ ഒരു വിയോഗഭീതനായിട്ട് പുത്ര എന്ന് വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചപ്പോൾ വൃക്ഷങ്ങളിലൂടെ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റൊലി അത് മാത്രം കേട്ടു. അങ്ങനെയുള്ള സർവസംഗ പരിത്യാഗിയായിരിക്കുന്ന ആ ശുഗമഹർഷിയെ നമസ്കരിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. കാരണം അതാണ് പരമമായ സത്യത്തെ അറിഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ കസ്യാ പുത്ര, ആരാണ്? കാതേ കാന്ത കസ്തേ പുത്ര. കാതേ കാന്ത കസ്തേ പുത്ര, ആരുടെ ഭാര്യ, ആരുടെ പുത്രൻ, ആരുടെ മകൻ എന്നാണ് ചോദിക്കുന്നത്. ഇതില്ലേ, ന ദേഹം ന പുരുഷ ന സ്ത്രീ ന ബ്രാഹ്മണ ന ശൂദ്ര. ശരീരമില്ല, ഞാൻ ആരാണ്? ശങ്കരാചാര്യ സ്വാമികളുടെ തന്റെ ഗുരുവിനെ, ഗോവിന്ദ സ്വാമികളെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ശിവോഹം ശിവോഹം എന്നല്ലേ പറയുന്നത്.
ഞാൻ സാക്ഷാൽ പരമമായ സത്യമാണ്, ബ്രഹ്മമാണ്. ഞാൻ ദേഹമല്ല, ഞാൻ പുരുഷനല്ല, സ്ത്രീയല്ല, പിന്നീട് ബ്രാഹ്മണനല്ല, ശൂദ്രനല്ല, ക്ഷത്രിയനല്ല, പിന്നെ ആരാണ്? ശിവോഹം ശിവോഹം അഹം ശിവോഹം. അതാണ് തത്വമസി. ആ പരമമായ സത്യം, തത്വത്തെ അറിയുമ്പോൾ മാത്രമാണ്. അപ്പൊ ഈ ശ്ലോകം തത്വമസിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി. ഇന്ന് ഈ അഹം ബ്രഹ്മാസ്മി എന്ന ക്ലാസ്സിൽ അഹം ബ്രഹ്മാസ്മി എന്ന് തന്നെ ആ ശ്ലോകം പറഞ്ഞു തരികയാണ്. അല്ല, അപ്പൊ എന്താണ്? ഈ അപരോക്ഷാനുഭൂതി നമുക്കുണ്ടാകണം. അപ്പോഴാണ് സഞ്ചിത പാപങ്ങളിൽ നിന്നും എല്ലാം രക്ഷ നേടണം. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാകും? അപ്പോ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സാക്ഷാൽ ഗോവിന്ദനെ ഭജിക്കുക എന്നാണ്. അപ്പൊ എപ്പോഴും തന്നെ ഗോവിന്ദനെ ഭജിച്ചുകൊണ്ടിരുന്നാൽ, നമ്മൾ നാരദരുടെ കഥയൊക്കെ നമ്മൾ ഓർമ്മിച്ചു ഇല്ലേ? ആരാണ് ഏറ്റവും വലിയ ഭക്തൻ? നാരദരാണോ? അതോ ഒരു കുടം എണ്ണയൊക്കെ തലയിൽ വെച്ചുകൊണ്ട് നാരദർ ചുമന്നു? അതോ അതാണോ മറ്റേ ഒരു കർഷകനാണോ എന്നൊക്കെ നോക്കി ഭഗവാൻ നാരദരെ പരിചയപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് നമ്മൾ വലിയ ഭസ്മക്കുറിയൊക്കെ തൊട്ട് 4 പേര് കാണുക ജപിക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടൊന്നും അല്ല. സാക്ഷാൽ ഭക്തി ഉണ്ടെന്നുള്ളത് പ്രകടനത്തിലല്ല, അത് നമ്മൾ ഭക്തിയിലൂടെ തന്നെയാണ്. അത് നമ്മുടെ പ്രവൃത്തിയാണ്, ജീവിതചര്യയാകുമ്പോൾ തന്നെയാണ് എന്നാണ്. അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞു, ന ജായതേ മ്രിയതേ വാ കഥാചിന്നായം ഭൂത്വാ ഭവിതാവാന ഭൂയ അജോ നിത്യം ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ആത്മാവിന് ജനനമരണങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ്. അപ്പോൾ അതേപോലെ അതിനു മുമ്പും കൃഷ്ണൻ പറയുന്നുണ്ട്, വളരെ സങ്കടപ്പെട്ട് അർജുനൻ നിൽക്കുമ്പോൾ അർജുനനോട് പറയുന്നുണ്ട്, യ ഏനം വേത്തിഹന്താരം, ഇല്ലേ? യ ഏനം വേത്തിഹന്താരം യശ്ചൈനം മന്യദേഹതം ഊഭൗ തൗ ന വിജാനീതോ നായം ഹന്തിന ഹന്യതേ. അപ്പൊ ജീവാത്മാവ് കൊല്ലപ്പെടുന്നുണ്ടെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. അപ്പൊ കൊല്ലപ്പെടുന്നില്ല, അതാരെയെങ്കിലും കൊല്ലുന്നുമില്ല, അല്ലേ? അപ്പൊ ഇന്നയാളെ കൊന്നു, അല്ല ഞാൻ കൊല്ലപ്പെട്ടു, ഇതിലൊന്നും അർത്ഥമില്ല. അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എന്താണ്? ആത്മാവിന് മരിക്കുന്നില്ല. അതല്ലേ ഒരാള് മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ദുഃഖിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. ഞാൻ അന്യശോചൻ, ആവശ്യമില്ലാത്തടത്ത് അല്ലേ, ഞാൻ അന്യശോചന്തി പണ്ഡിത എന്ന് പറയുന്നുണ്ട്, അല്ലേ? അപ്പം ഞാൻ അനുശോചന്തി പണ്ഡിത. ഒരാള് മരിച്ചു അല്ലെങ്കിൽ ദുഃഖപ്പെട്ടു, അതിൽ അർത്ഥമില്ല. കാരണം ഭഗവാനിലെത്തി വിഷ്ണുപദത്തിൽ ലയിച്ചു എന്ന് ചിന്തിക്കുന്നിടത്ത് അപ്പോൾ ദുഃഖത്തിന് അർത്ഥമില്ല എന്നാണ്. ജ്ഞാനശോചന്തി പണ്ഡിത എന്ന് പറയുന്നു. പിന്നീടോ ഭഗവാൻ തന്നെ പറയുന്നില്ലേ, ശരീരം എന്തുള്ളതാണ്? നമ്മൾ അപ്പൊ എന്താണ് ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയാൻ, ഈ ആരുടേതാണ്? എൻ്റെ പുത്രൻ, എൻ്റെ ഭാര്യ, എൻ്റെ അച്ഛൻ, എൻ്റെ ധനം, എൻ്റെ ശരീരം, എൻ്റെ ഗൃഹം, എൻ്റെ ധനം എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ജീവാത്മാവ് ഈ ശരീരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു ശരീരം കൊള്ളുന്നു. ഭഗവത്ഗീതയിൽ നമ്മളത് വീണ്ടും പഠിച്ചു ഇല്ല? എന്താണ്? വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണ നന്യാനി സംയാതി നവാനി ദേഹി. അപ്പൊ പഴകിയ ഉടുപ്പുകള്, അപ്പൊ ശരീരം, എനിക്ക് ഈ ശരീരം മടുത്തു എന്ന് പറയുമ്പോഴാണ് ഈ ആത്മാവ് ഇത് ഉപേക്ഷിക്കുന്നത്. ഇത് അപ്പൊ പ്രായമായി ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അധികം പ്രായമായി, ഒരാളെ കണ്ടാൽ പ്രായമായില്ല എന്നൊക്കെ നമ്മൾ കാണുന്നു. അതല്ല, അത് ജഗത് മിഥ്യ. വീണ്ടും ജഗത് മിഥ്യയിലോട്ട് പോവുകയാണ്. ബ്രഹ്മമാണ് സത്യം, ജഗത് മിഥ്യ. ആ ശരീരം അയാൾക്ക് പ്രായമായി എന്ന് നമുക്ക് തോന്നുന്നതും അയാൾ ചെറുപ്പമായി എന്ന് തോന്നുന്നതും ഒന്നും നമുക്ക് അർത്ഥമില്ല. അതിനകത്ത് വസിക്കുന്ന ആത്മാവിന് ആ ശരീരം ജീർണിച്ചു എന്ന് തോന്നുമ്പോൾ അത് ശരീരം വിട്ടു പോവുകയാണെന്നാണ്. അപ്പൊ ആ പഴകിയ ഉടുപ്പുകളെല്ലാം മാറ്റി പുതിയത് ഉടുപ്പുകൾ എടുക്കുന്നത് പോലെ ജീർണിച്ച് ഉപയോഗിക്കുവാൻ താല്പര്യമില്ല എന്ന അവസ്ഥയാകുമ്പോൾ ഭൗതിക ശരീരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ആത്മാവ് മറ്റൊന്നിലോട്ട് പോകുന്നു. ആത്മാവിനെ നശിപ്പിക്കാൻ ഒക്കില്ല എന്നും പറഞ്ഞു, അല്ലേ? നൈനം ചിന്തന്തി ശസ്ത്രാണി, അല്ലേ? നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്താപ്യോ ന ശോഷയതി മാരുത. ആത്മാവിനെ ആയുധങ്ങൾ കൊണ്ട്, നൈനം ചിന്തന്തി ശസ്ത്രാണി, ശസ്ത്രങ്ങൾ ആയുധങ്ങൾ കൊണ്ട് ആത്മാവിനെ നശിപ്പിക്കാൻ ഒക്കുകയില്ല. ഒരു മനുഷ്യന് നമ്മളെ കുത്തിയാൽ ശരീരം നോവുന്നല്ലാണ്ട് ആത്മാവിന് നോവുമോ? ഇല്ല. പക്ഷെ വാക്കുകൾ കൊണ്ട് പറ്റും, ഇല്ലേ? കുറെയൊക്കെ. പക്ഷെ ഒന്ന് കുത്തിയാൽ നമുക്ക് നോവുമോ? ഇല്ല. അപ്പം ശസ്ത്രങ്ങൾ കൊണ്ടൊന്നും പറ്റില്ല. പിന്നീടോ നൈനം ദഹതി പാവക, അത് അഗ്നിക്ക് നമ്മൾ തീയിലിട്ടാലും ആത്മാവിനൊന്നും പറ്റാനില്ല. പിന്നീട് അതുപോലെ തന്നെ
നചൈനം ക്ലേദയന്ത്യാവോ, വെള്ളം കൊണ്ട് ജലം കൊണ്ട് നശിക്കുന്നില്ല. പിന്നീട് ന ശോഷയതി മാരുത, കാറ്റുകൊണ്ടും ആത്മാവിന് യാതൊരു നാശവും വരുന്നില്ല എന്നാണ്. അപ്പോ ഭഗവത്ഗീതയില് ആദ്യത്തെ നമ്മുടെ അർജുന വിഷാദ യോഗത്തില് വളരെ ഗംഭീരമായിട്ട് സാക്ഷാൽ ഭഗവാൻ ആത്മാവ് വർണ്ണന നടത്തിയിട്ടുണ്ട് അല്ലേ, ആത്മാവ് മരിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ അത് തന്നെയാണ്. അപ്പൊ നമ്മള് എന്തുകൊണ്ടാണ് അർജുനൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും, ഇവരെയൊക്കെ എങ്ങനെ കൊല്ലും എന്ന് വിചാരിച്ചിട്ടാണ്. ആ മൂഢത്വം മാറ്റാൻ വേണ്ടിയാണ്. അതാണ് ഞാനിതിപ്പം എടുത്തു പറയേണ്ടി വന്ന. കസ്തേ പുത്ര, ആരുടെ പുത്രൻ, ആരുടെ ശരീരം, ആരുടെ സഹോദരൻ, ആരുടെ അച്ഛൻ, ആരുടെ അമ്മ, ഇങ്ങനെയുള്ള ചിന്തകൾക്കൊന്നും അർത്ഥമില്ല. എന്താണ് വേണ്ടത്? കർമ്മരഹിതൻ, കർമ്മം ചെയ്യണമെന്ന് ഭഗവാൻ പറയുന്നു. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. കർമ്മരഹിതനെ കർമ്മം ചെയ്യാതിരിക്കാൻ ഒക്കില്ല. അപ്പൊ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ എങ്ങനെയാ? ഭജ ഗോവിന്ദം. അപ്പം ധനം ഉണ്ടാക്കണം എന്നുള്ളതിന് പറഞ്ഞു. എങ്ങനെ? ധർമാർത്ഥ കാമ മോക്ഷത്തിലേക്ക് വേണ്ടി, മോക്ഷത്തിന് വേണ്ടി ധനവും ഉണ്ടാക്കാം. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. കർമ്മഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഒന്നും എൻ്റേതാണെന്ന് ചിന്തിക്കേണ്ട. ഞാൻ എന്ന് പറയുന്ന ഒന്നുണ്ടെന്ന് ചിന്തിക്കേണ്ട. ആ ഐ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് മാറ്റിക്കഴിയുമ്പോൾ തത്വമസിയിലേക്ക് എത്തുന്ന ഭാവത്തിലേക്ക് എത്തണം. അതിന് സാക്ഷാൽ ഭഗവാനെ എപ്പോഴും നിത്യം നിരന്തരം ഗോവിന്ദ ഭജനം ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ആ ശ്ലോകം ഒന്നുകൂടെ ചൊല്ലാം. കയ്യിൽ നിന്ന് പോയി. കാതേ കാന്ത കസ്തേ പുത്ര സംസാരോയമതീവ വിചിത്ര കസ്യത്വം കകുത ആയാത തത്വം ചിന്തയ യദിദം ഭ്രാത. അപ്പോ എല്ലാം ഈശ്വര ചിന്തയിൽ മാത്രമേ പറ്റുകയുള്ളൂ. നമ്മൾ ആകാശോത്പതിതം തോയം സാഗരം പ്രതിഗച്ഛതി എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്താലും ഭഗവാനിലേക്ക് എത്തുന്ന രീതിയിൽ വേണം. അപ്പൊ പിന്നെ നമുക്ക് മോക്ഷമായി. മോക്ഷമാണ് ജീവിതത്തിന്റെ ദുർലഭം ത്രയമേവൈതത് ദൈവാനുഗ്രഹേതുകം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശ്രയ എന്നാണ്. വളരെ ദുർലഭമാണ് മനുഷ്യ ജീവിതം കിട്ടുവാൻ. എന്തിനാണ് ആ ജീവിതം തന്നിരിക്കുന്നത്? ശങ്കരാചാര്യസ്വാമികളെ പോലെ മഹത്തുക്കളുടെ സംസർഗത്തിലൂടെ എന്താണ് നമുക്ക് ഉണ്ടാവേണ്ടത്? ആ മോക്ഷത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വൃക്ഷലതാദികളായിട്ടോ ഒന്നും ജനിച്ചിട്ട് ഒരു കാര്യവുമില്ല. മനുഷ്യജീവിതം കിട്ടുവാൻ വളരെ ദുർലഭമാണ്. അത് ദൈവാനുഗ്രഹം, അത് ഭഗവന്റെ ആ അനുഗ്രഹം എന്ന സൃഷ്ടി കർമ്മത്തിലൂടെ മാത്രം കിട്ടുന്നതാണ് എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ശ്ലോകത്തെക്കുറിച്ച് എല്ലാവർക്കും ഒരുവിധം അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആത്മാനാത്മ വിവേചനത്തിനെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്നത്. തത്വമസി എന്താണ് എന്ന് പറഞ്ഞു തന്നിരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ശ്ലോകം ഒന്നുകൂടെ ആരെങ്കിലും വായിക്കാൻ തയ്യാറായാൽ വായിച്ചിട്ട് നമുക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചിന്തിക്കാം. അതല്ലെങ്കിൽ ക്ലാസ് അവസാനിപ്പിക്കാം. അരമണിക്കൂറാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ 1 മണിക്കൂറോളം ആവാറായി. ആരാണ് ചൊല്ലുന്നത്? ചൊല്ലട്ടെ. ചൊല്ലിക്കൊണ്ടേ. നമസ്തേ ജയശങ്കര. കാതേ കാന്ത കസ്തേ പുത്ര സംസാരോ മതീവ വിചിത്ര കസ്യത്വം കുത ആയാത തത്വം ചിന്തയ തദിഹ ഭ്രാത ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. നമസ്തേ ജയശങ്കര. ജയശങ്കര. ആരെങ്കിലും ചൊല്ലുന്നോ? കവിത ചേച്ചി ചൊല്ലിക്കോളൂ. ജയകൃഷ്ണൻജി, എന്റെ ബുക്കില് ഇത് 8ാമത്തെ ശ്ലോകമായിട്ടാണ് കിടക്കുന്നത്. അത് കുഴപ്പമില്ല. കാരണം ഇത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, നിങ്ങളുടെ എല്ലാ ഇരിക്കുന്ന പുസ്തകങ്ങളുടെ പോലെ ആയിരിക്കില്ല. കാരണം നമ്മൾ ഈ പാട്ടിന്റെ രീതിയിലുള്ള പുസ്തകങ്ങളാണ് എല്ലായിടത്തും അച്ചടിച്ച് കണ്ടിരിക്കുന്നത്. നമ്മളിത് 2 ഭാഗങ്ങളായിട്ട് ചർപ്പട പഞ്ചരിക എന്നും അതേപോലെ തന്നെ ദ്വാദശ പഞ്ചരിക എന്നുമാണ് ശങ്കരാചാര്യസ്വാമികൾ രചിച്ചിരിക്കുന്നത്. ഇപ്പൊ 2 ഭാഗങ്ങളായിട്ട് അതാണ് ഞാൻ തിരിച്ചു പറഞ്ഞത്. നമ്മൾ ദ്വാദശ പഞ്ചരികയിലെ ശ്ലോകങ്ങളാണ്, ആദ്യത്തെ 14 ശ്ലോകങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഏതായാലും ഈ ഓർഡറിലുള്ള ഒരെണ്ണം ഞാൻ പോസ്റ്റ് ചെയ്യാം. ഈ ഓർഡറിൽ ഒരെണ്ണം ആക്കി ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഏതായാലും ഇപ്പൊ 8ാമത്തെ ശ്ലോകം ചൊല്ലിക്കോണ്ടേ. 4 എന്നുള്ള നമ്പർ നോക്കണ്ട. ഈ പറഞ്ഞ പോലെ കാതേ എന്നുള്ള ചോദിക്കുന്നില്ല, അതിന്റെ അർത്ഥമില്ല എന്നുള്ളതാണ്. കാതേ കാന്ത കസ്തേ പുത്ര
സംസാരോയമതീവ വിചിത്ര കസ്യ ത്വം കഃ കുത ആയാത സ്തത്വം ചിന്തയ തദിഹ പ്രാതഃ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ത്രികുഞ്ചരണേ. ഇതിനകത്ത് അച്ചടി ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ, ത്രികുഞ്ചകരണേ എന്നില്ല, ത്രികുഞ്ചരണേ അത് എന്നാ കിടക്കുന്നത്. ഇത് ജ്ഞാനത്തിന്റെ ന്യായാണ്, ഇഞ്ച അല്ല, ഡുകൃജ്ഞ കരണേ. അപ്പം ജ്ഞാനം എന്ന് പറയുന്നല്ലോ, അതിനാ ഡുകൃജ്ഞ കരണേ എന്നാണ്. ചൊല്ലാൻ വെച്ചിട്ട് പാടുപെടുന്നുണ്ട്. അപ്പൊ സംസ്കൃതം ത്രികുഞ്ചരണേ അത് കാലോപിച്ചേക്കുമെന്ന് തോന്നുന്നു. ഡുകൃ ഡു കൃ ജ്ഞ ത്രികുഞ്ചരണേ. കരണേ. അതെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന അദ്വൈതം സിദ്ധാന്തം പ്രചരിപ്പിക്കുവാനായിട്ട് ശങ്കരാചാര്യസ്വാമികളുടെ ആയുസ് 16 വയസ്സ് കൂടെ നീട്ടിക്കിട്ടി എന്നുള്ളതാണ്. 16 വയസ്സുണ്ടായിരുന്നതിൽ നിന്ന് വേദവ്യാസനെ കണ്ടു. ആ 16ാമത്തെ വയസ്സിൽ വേദവ്യാസൻ 16 വയസ്സുകൂടെ കൊടുത്തു. 32 വയസ്സ്. എന്തിന്? ഈ അദ്വൈത ലഹരി, അദ്വൈതം പ്രചരിപ്പിക്കാനായിട്ട്. നമുക്കൊക്കെ പറഞ്ഞു തരികയാണ്, എന്നിട്ട് നമ്മൾ പഠിക്കുന്നില്ല. അപ്പൊ അതാണ് വീണ്ടും വീണ്ടും പറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ജയശങ്കര. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും, ആരാണ് ഒന്നുകൂടെ, ആരെങ്കിലും ഒരാളൂടെ? സുരേഷ് ഏട്ടൻ, മാധവേട്ടൻ, പ്രസന്ന ചേച്ചി, ആരെങ്കിലും, സജിനാജി, ആരെങ്കിലും, ശോഭ ചേച്ചി, ആരെങ്കിലും വായിക്കുന്നുണ്ട്? അത് കഴിഞ്ഞു നമുക്ക് നോക്കാം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുകൃഞ്ജകരണേ കാതേ കാന്ത കസ്തേ പുത്ര സംസാരോയമതീവ വിചിത്ര കസ്യ ത്വം കുദായാത തത്വം ചിന്തയ യദിദം ഭ്രാത. ജയശങ്കര. നമസ്തേ. തദിഹ പ്രാതാന്നില്ലയോ? അല്ല, ഇതിനകത്ത് യദിദം ഭ്രാത, തദിഹാന്നോ ആയാൽ കുഴപ്പമില്ല, കാരണം അത് സംസ്കൃതം ഈ ആ എന്ന് പറയുന്ന അർത്ഥമേ ഉള്ളൂ. യദിദം, യദ്, ഇതിനെ കുറിച്ച് ആണ് സംസാരിക്കുന്നത്. ഇദം ഭ്രാത, ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ, അങ്ങനെ ചിന്തിച്ചു നോക്കൂ എന്ന് പറയുന്ന രീതിയേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ ചൊല്ലാൻ താല്പര്യമോ എന്തെങ്കിലും പറയാനോ ഉണ്ടെങ്കിൽ പറയാം. അതല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു എന്ന് പ്രാർത്ഥിക്കാം. സുരേഷ് ഏട്ടാ, ജയശങ്കര. ഇതില് ഡുകൃഞ്ഞ് കരണ എന്നുള്ളത് പാണിനീയ സൂത്രത്തിലെ ആദ്യത്തെ സൂത്രാണെന്ന് എല്ലാരും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. നല്ലതാ അല്ലേ? അതെ 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 അതെ, പാണിനീയ അതെ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ പഠന ക്ലാസ് വളരെ വ്യക്തവും വിശദമായി എടുത്ത് ഈ 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു ഗുരുവിൻ്റെ കീഴിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കേട്ട് പഠിക്കാൻ അവസരം കിട്ടിയതിൽ ഏറെ സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഗുരുനാഥനും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ജയശങ്കര. ശുഭരാത്രി. ജയശങ്കര. 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 ജയശങ്കര.